ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ 4th ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിതിൻ എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ. Prove that any chord of the larger circle through the point where the circle meet is bisected by the smaller circle. അപ്പം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഒരു വലിയ സർക്കിൾ ഉണ്ടല്ലേ, അതിൻ്റെ ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഡയമീറ്ററിൻ്റെ പകുതി എടുത്തിട്ട് ഒരു സ്മോളർ സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതായത് ഈ വലിയ സർക്കിളിൻ്റെയും ഈ ചെറിയ സർക്കിളിൻ്റെയും പോയിന്റ് മീറ്റ് ചെയ്യുന്നിടത്തുനിന്ന് ഏതൊരു കോഡ് വരച്ചാലും ആ കോഡിനെ ഈ ചെറിയ സർക്കിൾ ബൈസെക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിനെ, ഈ കോഡിനെ ഈ കുഞ്ഞി സർക്കിളിൻ്റെ പോയിന്റ് ബൈസെക്റ്റ് ചെയ്തു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചാലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാലോ എല്ലാം ഈ സർക്കിളിൻ്റെ പോയിന്റ് എന്ത് ചെയ്യും? ആ കോഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ബൈസെക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആകെ തന്നിരിക്കുന്ന 2 സർക്കിളും ഉണ്ട്, ഒരു ഡയമീറ്ററും ഉണ്ട്, ഒരു കോഡും ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറെ ഇതിനകത്ത് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കണം ഓരോ കാര്യം. സോ നമുക്ക് ആദ്യമേ ഈ സർക്കിളിൻ്റെ പോയിന്റിലേക്ക് വന്നിരിക്കുന്ന ഈ ലൈനും അത് ഈ ഡയമീറ്ററിലേക്ക് ഒരു കോഡ് വരച്ച് നമുക്ക് 2 ട്രാൻസ്ഫേഴ്സൽ ഉണ്ടാക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു? സർക്കിളിൻ്റെ ഈ പോയിന്റ്സിൽ നിന്ന് നമ്മൾ ഈ ഡയമീറ്ററിലേക്ക് 2 ട്രാൻസ്ഫേഴ്സൽ വരച്ചു, 2 വര വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം നമുക്ക് നെയിം ചെയ്യാം. സോ നമുക്ക് ഡയമീറ്ററിനെ എ ബി എന്ന് കൊടുത്തു. സോ അതിൻ്റെ മിഡ് പോയിന്റിന് നമ്മൾ സി എന്ന് കൊടുത്തു. പിന്നെ ഈ പോയിന്റിന് നമ്മൾ പി എന്ന് കൊടുത്തു. ഇവിടെ ജോയിൻ ചെയ്യിക്കുന്ന പോയിന്റിന് നമ്മൾ ക്യൂ എന്ന് കൊടുത്തു. ഓക്കെ, ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പം ഇതൊരു സെമി സർക്കിളാണ്, ബി പി എ. ഇതൊരു സെമി സർക്കിളാണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കിയേ, എ ക്യു സി, ഈ സെമി സർക്കിൾ, ഈ കുഞ്ഞു സർക്കിളിൻ്റെ സെമി സർക്കിൾ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ, ഈ ആംഗിൾ ക്യൂ. അപ്പോൾ അതും എന്താണ്? 90 ഡിഗ്രിയാണ്. സോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി. കാര്യം എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അത് നമുക്കറിയാവുന്ന കാര്യം അല്ലേ. സെമി സർക്കിളിൻ്റെ ഉള്ളിലെ ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. ഇനി ശ്രദ്ധിച്ചേ, ഇത് ഒരു ലൈന്, 2 ട്രാൻസ്വേഴ്സിൽ, ഈ 2 ആംഗിളും ഈക്വൽ ആണ്. ഈ 2 ആംഗിളിൻ്റെ പേരെന്താ? കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും അല്ലേ. ഒരു ലൈന് അതിന് 2 ട്രാൻസ്വേഴ്സൽ, ഇവിടെയും ഇവിടെയും ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പേരെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ. അപ്പം ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഈ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 2 ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യു സി പാരലൽ ടു പി ബി എന്ന് നമുക്ക് പറയാം. സോ ക്യു സി പാരലൽ ടു പി ബി. കാരണം എന്താണ്? If the corresponding angles are equal, then the 2 lines are said to be parallel. Okay. ഇനി ശ്രദ്ധിച്ചേ, എ ബി എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എ സിയും സി ബിയും എന്താണ്? ആ സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് സ്മോളർ സർക്കിൾ ഈസ് ദ ഹാഫ് ഓഫ് ദി ലൈൻ ആസ് ഡയമീറ്റർ. അതെ, ഹാഫ് ഓഫ് ദി ലൈൻ എടുത്തിട്ടാണ് ആ സർക്കിൾ വരച്ചിരിക്കുന്നത്. അതായത് ഈ സർക്കിളിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. അപ്പം എ സി എന്ന് പറയുന്നു, സി ബി എന്ന് പറയുന്നു ഈ സർക്കിളിൻ്റെ എന്താണ്?
റേഡിയസ് ആണ്. ഒരു സർക്കിളിന് ഇവിടുന്ന് ഈ മിഡ് പോയിന്റിൽ നിന്ന് എങ്ങോട്ടൊക്കെ ലൈൻ വരച്ചാലും അതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആണ്. റേഡിയസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? AC ഈക്വൽ ടു BC എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. കാരണം എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് പേര് കൊടുക്കാം. ഈ കോമൺ പോയിന്റ് ഇതല്ലേ, അപ്പം ഇവിടെ A എന്ന് കൊടുക്കാം, BP. ഓക്കെ, ഇത് B ഇവിടെയും P ഇവിടെയുമാണ്. ഓക്കെ, ഇനി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ലൈൻ അല്ലേ, അപ്പം മിഡ് പോയിന്റിൽ നിന്നൊരു ലൈൻ വരച്ചു. അതായത് ഈ C എന്ന് പറയുന്ന ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു. AB മിഡ് പോയിന്റിൽ നിന്നൊരു ലൈൻ വരച്ചു ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിന് നമുക്ക് CQ എന്ന് കൊടുക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ സർക്കിള്, അതായത് ഈ കുഞ്ഞ് സർക്കിള് AP എന്ന് പറയുന്ന കോഡിനെ Q എന്ന് പറയുന്ന പോയിന്റിൽ ബൈസെക്റ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ബൈസെക്റ്റ് ചെയ്തു എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് AQ ഈക്വൽ ടു QP എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? QC പാരലൽ ടു PB ആൻഡ് AC ഈക്വൽ ടു BC എന്ന് കിട്ടി. അതായത് QCയും PBയും പാരലലാണ്, AC ഈക്വൽ ടു PB അല്ലേ? QC PB പാരലൽ, AC ഈക്വൽ ടു BC എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ മിഡ് പോയിന്റ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്താ മിഡ് പോയിന്റ് തിയറം പറയുന്നത്? എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് of a triangle that is parallel to the another side will bisect the third line. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിലെ മിഡ് പോയിന്റിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്താൽ അത് ആ ട്രയാങ്കിളിൻ്റെ മറ്റൊരു സൈഡുമായിട്ട് ആ ലൈൻ പാരലൽ ആണെങ്കിൽ അത് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? മൂന്നാമത്തെ സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. The line drawn through the midpoint of one side of a triangle that is parallel to another side will bisect the third side. അങ്ങനെയാണെങ്കിൽ ഇവിടെ ACയും BCയും, C എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് പോയിന്റ് ആണല്ലേ. ഈ Cന്ന് Qയിലേക്കുള്ള ലൈൻ പാരലൽ ആണ്, നമ്മൾ PBക്ക് പാരലൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? AC എന്ന് പറയുന്നത് ഈ Q എന്ന് പറയുന്ന പോയിന്റ് AP എന്ന് പറയുന്ന കോഡിനെ ബൈസെക്റ്റ് ചെയ്യും എന്നാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? AQ ഈക്വൽ ടു PQ എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്തത്? Therefore, any chord of the larger circle through the point where the circle meet bisected by the smaller circle. അപ്പം ഈ പോയിന്റിൽ കൂടെ നമ്മൾ ഈ സർക്കിളിൽ എങ്ങോട്ട് വേണേലും കോഡ് വരച്ചോ ആ കോഡിനെ ഈ സ്മോളർ സർക്കിൾ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഹെൻസ് പ്രൂവ്ഡ്. സോ ഇത് നമ്മൾ സർക്കിൾസിൻ്റെ മാത്രം തിയറം അല്ല, നമ്മൾ പാരലൽ ലൈൻസിൻ്റെ മിഡ് പോയിന്റ് തിയറവും എല്ലാമാണ്. നമ്മൾ ഒരിക്കലും മാത്തമാറ്റിക്സിൽ ആ കറസ്പോണ്ടിങ് ചാപ്റ്ററിൻ്റെ തിയറം മാത്രം വെച്ച് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്സിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള തിയറം തൊട്ടിട്ട് നമുക്ക് എല്ലാത്തിനും നമുക്ക് അത് ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾ ആ ചാപ്റ്ററിലെ മാത്രം തിയറം പഠിക്കാതെ എല്ലാ തിയറവും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് പറയാനും മറക്കരുത്. നിങ്ങൾ കാണുന്ന പലരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ ഐ എം റിക്വസ്റ്റിംഗ് യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സോ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.